നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ നമുക്ക് ഇല്ലല്ലോ എന്ന തോന്നലാണ് അല്ലെ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളുടെ അടുത്ത് ഉള്ളു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് മേലെ ആദ്യം അങ്കലാപ്പ് തുടങ്ങും. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറയുക, ഏത് വിധത്തിലായിരിക്കും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ആദിയിൽ പിന്നത്തെ കുറേ ദിവസങ്ങൾ നമ്മുടെ സമാധാനം പോകും ഇല്ലേ. അപ്പൊ നമ്മളൊരു കാര്യം ഉള്ളു തുറന്ന് മറ്റൊരാളോട് പറയുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും അവർക്ക് ടൈം ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം അവരോട് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പോ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലേ നിഷ, ഇതിപ്പോ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതല്ലേ, എല്ലാം ശരിയാവുന്നേ എന്നൊരു വാക്ക് കേൾക്കാനായിട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഉള്ളു തുറന്നൊന്നും മറ്റൊരാളോട് പറയേണ്ട കാര്യമില്ല. കാരണം കൃത്യമായിട്ട് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരും എന്ന് ഉറപ്പുള്ളവരോട് മാത്രം നമ്മുടെ ഉള്ളു തുറന്ന് സംസാരിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കേട്ട് കഴിയുന്നതിന് മുൻപേ തന്നെ അത് മറ്റുള്ളവരോട് പറയും എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കാനേ പാടില്ല. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഉള്ളു തുറന്നാൽ മതി, അല്ലെങ്കിൽ മനസ്സ് തുറന്നാൽ മതി. ഓക്കെ ആണല്ലോ.